everyone, welcome back to Xylem Learning. Ahuramees ആണ്. മക്കളെ നമ്മുടെ ദ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ ആണ് ജോയിൻസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് ജോയിൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ജോയിൻസിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് മിസ് നിങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്നുള്ളൊരു പോർഷൻ വെച്ചിട്ട് സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോയിൽ ജോയിൻസിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ് എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈ ചാനൽ പുതിയതായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഓൺ ആക്കിയിടുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ജോയിൻസ് അഥവാ സന്ധികൾ എന്ന് പറയല്ലേ. അപ്പോൾ ഈ ജോയിൻസിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഏകദേശം 3 ജോയിൻസിനെ പറ്റിയിട്ടേ ഉള്ളൂ. മൊത്തത്തിലുള്ള ജോയിൻസിലെ 3 ജോയിൻസിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് ജോയിൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ എന്താണ് മക്കളെ ജോയിൻസ്? ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ബോൺസ് മീറ്റ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്. മീറ്റിംഗ് പ്ലേസ് ഓഫ് 2 ബോൺസ് ആണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ജോയിൻസിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ്. It is the meeting place of 2 bones. ഓക്കെ, ഈ 2 ബോണുകൾ മീറ്റ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ജോയിൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇമേജ് നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ജോയിൻറ്റ് എന്ന് പറയുന്നത്. സോ ജോയിൻസ് ആർ ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് 2 ബോൺസ്. 2 ബോൺസ് നമ്മൾ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേരിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനും അതുപോലെ തന്നെ നമുക്ക് കയ്യും കാലമൊക്കെ ഇങ്ങനെ ആക്കാനും നമുക്ക് നടക്കാനും നമ്മുടെ മൂവ്മെൻറ്റിനും ലോക്കോമോഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഈ ജോയിൻസ് ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ് ആണ് അല്ലേ. ബോൺസും മസിൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ഈ ജോയിൻസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യും കാലമൊക്കെ ഇതുപോലെ ബോൺസും മസിൽസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇതുപോലെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം 2 ഡാൻസ് സ്റ്റെപ്പ് കളിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ഈ ജോയിൻസ് നമുക്ക് വേണം. സോ നമുക്ക് പഠിക്കാനുള്ളതിൽ ഫസ്റ്റ് ജോയിന്റ് ആണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. മലയാളത്തിൽ ഗോളര സന്ധി എന്ന് പറയും. അപ്പോൾ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബോളും സോക്കറ്റും പോലെയാണ് വർക്ക് ചെയ്യുന്നത്. 2 ബോൺസ് ആണ്. ഒരു ബോൺ ഇതുപോലെ ബോൾ പോലെ ഇരിക്കും, മറ്റേ ഒരു ബോൺ സോക്കറ്റ് പോലെ, ഈ ബോളിന്റെ സോക്കറ്റ് പോലെ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഒന്നൊരു ബോണാണ്, മറ്റേത് ഒരു സോക്കറ്റ് ആണ്. അപ്പോൾ ഈ സോക്കറ്റിൽ കടന്നിട്ട് ഈ ബോൾ ഇങ്ങനെ തിരിയാണ് കണ്ടോ. ഇതുപോലെ ഈ ഒരു സോക്കറ്റിൽ കടന്നിട്ട് മറ്റേ ബോൾ ഇങ്ങനെ തിരിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീലി ആണ് അല്ലേ. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഇവിടെ പോസിബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആണ്. ഇത് കാണുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഷോൾഡർ ജോയിന്റിലും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിന്റിലാണ്. നമുക്ക് കൈ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫുൾ മൂവ്മെന്റ് ആണല്ലേ. കൈയൊക്കെ ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഹിപ്പിനും നല്ല മൂവ്മെന്റ് ഉണ്ട് അല്ലേ. ഇത് പോസിബിൾ ആവുന്നത് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡർ ജോയിന്റിൽ കാണുന്ന ഏതാണ്? നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഏതാണ്? നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇത് നോക്കിക്കേ, നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉള്ളത് നമ്മുടെ ഷോൾഡർ ജോയിന്റിലും കണ്ടോ, നമ്മുടെ ഷോൾഡർ ജോയിന്റിലും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിന്റിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൈക്കുഴയൊക്കെ ഇങ്ങനെ തെന്നി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിൽ ഇതിങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മുടെ ഈ കൈക്കുഴ തെന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോളും അത് ഒരു സോക്കറ്റിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഫ്രീലി മൂവബിൾ ആണ്. നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലേ. ഫ്രീലി മൂവബിൾ ആണ്. ദ ബോൾ ഓഫ് വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ സോക്കറ്റ് ഓഫ് അതർ ബോൺ. ഒരു ബോണിന്റെ ബോള് വേറൊരു ബോളിന്റെ സോക്കറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ജോയിന്റിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പേര് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എവിടെയാണ് കാണുന്നതെന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു, നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വിജാഗിരിയില്ലേ, നമ്മുടെ പഴയൊക്കെ വീട്ടിൽ ജനലിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ജനലും ഡോറിലും ഒക്കെ കാണുന്നതാണ് നമ്മുടെ വിജാഗിരി എന്ന് പറയില്ലേ. അപ്പോൾ ഈ ജനലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോറിൻ്റെയും മൂവ്മെൻറ്റ് എങ്ങനെയാണ്? നമ്മൾ ഈ നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ തുറക്കുന്ന പോലെ വൺ സൈഡിലേക്കല്ലേ, ഒരു സൈഡിലേക്ക് ഈ വിജാഗിരി ഇങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തെ സൈഡിലേക്ക് തിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയല്ലേ നമുക്ക് ഈ കാറിൻ്റെ ഡോറ് അതുപോലെ ലാപ്ടോപ്പൊക്കെ നമുക്ക് ഒരു സൈഡിലേക്കല്ലേ തിരിക്കാൻ പറ്റുക, അല്ലാണ്ട് ഈ കാറിൻ്റെ ഡോർ അപ്പുറത്തേക്ക് തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഹിഞ്ച് ജോയിന്റ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈ
ഇതാ കൈ നോക്കിക്കേ, കൈ നമുക്ക് ഒരു സൈഡിലേക്കല്ലേ മടക്കാൻ പറ്റുള്ളൂ. ഈ കൈ ഒരു സൈഡിലേക്കാണ് മടക്കാൻ പറ്റുക അല്ലേ, ഇത് തിരിച്ച് ബാക്കിലേക്ക് അപ്പുറത്തേക്ക് മടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ കാല് നോക്കിക്കഴിഞ്ഞാൽ കാല് നമുക്ക് ഇതാ ഒരു സൈഡിലേക്കാണ് മടക്കാൻ പറ്റുക അല്ലേ, തിരിച്ച് ഒടിച്ച് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് മാത്രമാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ലിമിറ്റഡ് ആയിട്ടാണ്, ഒരു സൈഡിലേക്ക് മാത്രമേ ഇത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിജാഗിരി പോലെ വൺ സൈഡിലേക്ക് മാത്രമുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹിഞ്ച് പോലെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈസി ആയിട്ട് ഹിഞ്ച് ജോയിൻറ്റിനെ പറ്റി പഠിക്കാം. എവിടെയാണ് ഹിഞ്ച് ജോയിൻറ്റ് കാണുന്നത്? നമ്മുടെ എൽബോ അതുപോലെ തന്നെ നമ്മുടെ നീ, നമ്മുടെ കാൽമുട്ടിലാണ് എന്തുള്ളത്, നമ്മുടെ ഹിഞ്ച് ജോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിഞ്ച് ജോയിൻറ്റ്. ഒരു ഹിഞ്ച് പോലെ കണ്ടോ, ലൈക്ക് ഹിഞ്ച് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ ഹിഞ്ച് പോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ പിവറ്റ് ജോയിൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പിവറ്റ് ജോയിൻറ്റ്. അപ്പോൾ ഈ പിവറ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആക്സിസ് ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. ഈ ഒരു ആക്സിസിൽ കടന്നിട്ട് വേറൊരു ബോൺ ഇങ്ങനെ തന്നെയാണ്, രണ്ട് ഡയറക്ഷനിലേക്കാണ് കണ്ടോ, രണ്ട് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മുടെ പിവറ്റ് ജോയിൻറ്റ് കൊണ്ട് പോസിബിൾ ആവുന്നത്. സോ രണ്ട് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് ഈ പിവറ്റ് ജോയിൻറ്റ് കൊണ്ട് പോസിബിൾ ആവുന്നത്. മിസ് ഇതാ വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു ആക്സിസ്, ഈ ഒരു ആക്സിസിൽ വേറൊരെണ്ണം കടന്നിട്ട് നമ്മുടെ സ്കള്ള് ഈ ഒരു ആക്സിസിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്, രണ്ട് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ്. കണ്ടോ, നമ്മുടെ തല നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലയൊട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് നോക്കിക്കേ, നമുക്കിതാ ഇങ്ങനെ തിരിയാൻ പറ്റും അല്ലേ, പിന്നെ ഇങ്ങനെ തിരിയാൻ പറ്റും. അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കാണ്, ഈ ഒരു ആക്സിസിൽ രണ്ട് ഡയറക്ഷനിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതാണ് പിവറ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത. നമ്മുടെ വെർട്ടിബ്രൽ കോളം ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ആദ്യത്തെ ആ ഒരു പോയിന്റും നമ്മുടെ ഈ ഒരു സ്കള്ളായിട്ട് മീറ്റ് ചെയ്യുന്ന പ്ലേസിലാണ് ഈ പിവറ്റ് ജോയിൻറ്റ് ഉള്ളത്. ഓക്കെ, നമ്മുടെ വെർട്ടിബ്രൽ കോളവും സ്കള്ളും കൂടെ മീറ്റ് ചെയ്യുന്ന പ്ലേസിലാണ് പിവറ്റ് ജോയിൻറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ആക്സിസിൽ ഇങ്ങനെ കടന്ന് തിരിയുന്നത് പോലെയാണ് നമ്മുടെ പിവറ്റ് ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് പിവറ്റ് ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു പേരിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നോക്കിക്കേ, നെക്കും അതുപോലെ തന്നെ പാർട്ട് വെർ ദ സ്കൾ ആൻഡ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു പോർഷനും നമ്മുടെ സ്കള്ളും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിലാണ് എന്തുള്ളത്, നമ്മുടെ പിവറ്റ് ജോയിൻറ്റ് ഉള്ളത്. കണ്ടോ, ബോൺ ടേൺസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ആൻ ആക്സിസ് ഇൻ ദ സെയിം പ്ലെയിൻ. കണ്ടോ, ഒരു ആക്സിസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്ന, സെയിം പ്ലെയിനിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നതിനെയാണ് നമ്മൾ പിവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന 3 ജോയിൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചല്ലേ. ഏതൊക്കെയാണ്? നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനെ പറ്റി പഠിച്ചു, ഹിഞ്ച് ജോയിൻറ്റിനെ പറ്റി പഠിച്ചു, അടുത്തത് പിവറ്റ് ജോയിൻറ്റിനെ പറ്റി പഠിച്ചു. ഇതൊക്കെ എവിടെയാണ് കാണുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം. പിവറ്റ് ജോയിൻറ്റ് നെക്കിലാണ്, അതുപോലെ ഹിഞ്ച് ജോയിൻറ്റ് നമ്മുടെ കൈമുട്ടിൽ എൽബോയിൽ നീലുമാണ്, അതുപോലെ ബോൾ ആൻഡ് സോക്കറ്റ് ഉള്ളത് നമ്മുടെ ഷോൾഡർ ബോണിലും ഹിപ്പ് ബോണിലുമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. മാത്രമല്ല ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ലാത്ത വേറൊരു ജോയിൻറ്റും കൂടിയാണ്, അതാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോണിൻ്റെ പരന്ന പോർഷൻ വേറൊരു ബോണിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ നീങ്ങുന്നതിനെയാണ് നമ്മൾ ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല, എന്നാലും മിസ് പറഞ്ഞു തരാണ്. നമ്മുടെ വ്രിസ്റ്റിൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആങ്കിളിലൊക്കെ കാണുന്നതാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. അപ്പോൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. നമ്മൾ ജോയിൻസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൺഫ്യൂഷനുള്ള പോർഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തന്ന നോട്ട്സ് പഠിച്ചാൽ മതി, ഇത് എഴുതിയാലും മതി. മാത്രമല്ല ഇനി ഈ ജോയിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ ജോയിൻസിൻ്റെ പ്രത്യേകത? ഇത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ മീശമാധവൻ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഇവിടെ ജഗതിക്കൊക്കെ നമ്മുടെ നെക്കിൽ ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഈ നെക്കിൽ ഈ ഒരു ബെൽറ്റ് ഇട്ടിട്ട് നടക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ പെടലി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇവരെങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെയാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതുപോലെ ഈ പിവറ്റ് ജോയിൻറ്റ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ അങ്ങനെ നോക്കേണ്ടി വന്നേനെ. നമുക്ക് ഈ ജോയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുനിഞ്ഞ് വായിക്കാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല അനക്കാനും ഒക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ ജോയിൻസിൻ്റെ യൂസ്ഫുൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ജോയിൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്നത്. അപ്പോൾ ജോയിൻസ് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ ഇതുപോലെയുള്ള അടിപൊളി സിമ്പിളായിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരും. അതുവരെ ചാച്ച ബൈ ബൈ, ടേക്ക് കെയർ.